മ്യാൻമറിലെ പാവങ്ങളായ മനുഷ്യരെ ആരാണ് അകറ്റി നിർത്തിയത്? ബുദ്ധമതത്തിന്റെ പേരിൽ, തഥാഗതന്റെ പേരിൽ, സിദ്ധാർത്ഥന്റെ പേരിൽ, ബോധിവൃക്ഷ ചുവട്ടിൽ ബോധോദയത്തിനു വേണ്ടി കാത്തുനിന്ന, മൗനത്തെ വാചാലമാക്കിയ, നിശബ്ദതയുടെ വിപ്ലവത്തെ സൃഷ്ടിച്ച, സൈലൻസ് ഇസ് റെവല്യൂഷൻ എന്ന് ലോകത്തോട് പറഞ്ഞ ബുദ്ധമതത്തിന്റെ പേരിലാണ് ലോകത്തിലെ മനുഷ്യ സഞ്ചയം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് ലോകത്തിലെ മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും വലിയ അപമാനമാണ്. മുസ്ലിം യൂത്ത് ലീഗ് ശക്തമായ രോഷം രേഖപ്പെടുത്തുകയാണ്. ടെക്നോളജിയുടെ കാലത്ത്, സാങ്കേതിക വിദ്യ വളർന്ന കാലത്ത് കോഴിക്കോട് പട്ടണത്തിൽ ആയിരക്കണക്കിന് വരുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പ്ലക്കാർഡുകൾ ഏന്തി നാളെ കഴിഞ്ഞാൽ കോഴിക്കോടിന്റെ നഗരപ്രാന്തത്തെ, നഗരസഞ്ചയത്തെ പിടിച്ചടക്കാൻ പോവുകയാണ്. ലോകത്തിലെ ഈ മനുഷ്യരോടുള്ള കൂട്ടക്കുരുതിക്ക് നേരെയുള്ള ഞങ്ങളുടെ കണ്ണുനീരിന്റെ ഐക്യദാർഢ്യമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം മൗനം ഭുജിക്കുന്ന ആളുകളുണ്ട്. ലോകത്തെവിടെയെങ്കിലും ഒരു ഇല വീണാൽ ആ ഇലയുടെ പിന്നിൽ ഒരു തീവ്രവാദിയുടെ ശബ്ദമുണ്ടെങ്കിൽ, ആ തീവ്രവാദം മുസ്ലിം തീവ്രവാദത്തിന്റെ ഭാഷയാണെങ്കിൽ, ഇസ്ലാമിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന, ഇസ്ലാമോഫോബിയയ്ക്കെതിരെ കുരിശു യുദ്ധം പ്രഖ്യാപിക്കുന്ന അമേരിക്കയടക്കമുള്ള പാശ്ചാത്യൻ ശക്തികൾ അവരെവിടെയാണ് എന്ന ചോദ്യം യൂത്ത് ലീഗ് ചോദിക്കുകയാണ്. എവിടെ ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഈ സംവിധാനം എന്തിനാണ് ലോകത്ത് എന്ന് മുസ്ലിം യൂത്ത് ലീഗ് അറിയാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിലെ രാഷ്ട്രങ്ങൾ മുഴുവൻ അവരുടെ കൺമുന്നിലാണ്, അവരുടെ മൂക്കിനു താഴെയാണ്. ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യർ ഇളകമറിയുന്ന കടലുകളിലേക്ക് എടുത്തെറിയപ്പെട്ട് കപ്പിത്താനില്ലാതെ കപ്പലുകളിലേക്ക് അവർ സഞ്ചരിച്ച് എത്രയോ മനുഷ്യരും കുഞ്ഞുമക്കളെയും കടലിൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോ ലോകത്തിലെ സൂപ്പർ പോലീസ് നോക്കി നിൽക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം നോക്കി നിൽക്കുകയാണ്. അഫ്ഗാന്റെ മലമടക്കുകളിലേക്ക് ടാങ്കറുകളെ പറഞ്ഞയച്ച, അഫ്ഗാന്റെ മലമടക്കിലേക്കും കാബൂളിന്റെ ആകാശങ്ങളിലും നാപ്പാം ബോംബുകളെയും ക്ലസ്റ്റർ ബോംബുകളെയും പ്രക്ഷേപണം ചെയ്ത സാമ്രാജ്യത്തെ അമേരിക്ക എവിടെ എന്ന് മുസ്ലിം യൂത്ത് ലീഗ് ചോദിക്കുകയാണ്. ലോകത്തെ മുഴുവൻ പരിഷ്കരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട, ലോക സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ പിന്മുറക്കാരായ യുണൈറ്റഡ് കിങ്ഡം എവിടെ? ബ്രിട്ടീഷുകാർ എവിടെ? പാശ്ചാത്യ ലോകം ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിലെ ശാക്തിക ചേരികൾ തമ്മിലും രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ തമ്മിലും സംഘർഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോ മധ്യസ്ഥന്റെ റോളിൽ വരുന്ന യുണൈറ്റഡ് നാഷൻ എവിടെ എന്ന ചോദ്യം മുസ്ലിം യൂത്ത് ലീഗ് ചോദിക്കുകയാണ്. സർവോപരി ബർമ്മ എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. ഏതു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും പട്ടാള ബൂട്ട്സിന്റെ താഴെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രിമാരും ഭരിക്കേണ്ടുന്ന പ്രതിനിധികളും. അത് മ്യാൻമറിന്റെ ദുഃഖമാണ്, പാകിസ്ഥാന്റെ ദുഃഖം പോലെ. പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ബൂട്ട്സിന്റെ ശബ്ദം കേൾക്കാതെ ഭരണാധികാരികൾക്ക് ശ്വാസനിശ്വാസം കഴിയില്ല എന്ന സ്ഥിതിവിശേഷമുണ്ട് മ്യാൻമറിൽ. അവിടെ ഭരിക്കുന്നതാരാണ്? ആങ് സാൻ സൂചി എന്ന് പറയുന്ന ലോകത്തിലെ സമാധാനത്തിന്റെ പ്രവാചകയാണ്. മനുഷ്യക്കുരുതികൾക്കെതിരെ, മനുഷ്യാവകാശത്തിന് വേണ്ടി, മനുഷ്യന്റെ അന്തസ്സിന് വേണ്ടി ലോകത്തിലെ മനുഷ്യ സമൂഹത്തിനിടയിൽ എഴുന്നേറ്റു നിന്ന വനിതയുടെ പേരാണ് ആങ് സാൻ സൂചി. 15 വർഷക്കാലം തന്റെ വീട്ടു തടങ്കലിൽ അകപ്പെട്ട സൂചി മ്യാൻമറിലുണ്ട്. മിണ്ടിയിട്ടില്ല. ലോകത്തിന്റെ കൗതുകകരമായ ഒരു നീതിയാണിത്. പീഡിപ്പിക്കപ്പെടുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ മൗനം ഭൂഷണമാണ്. പീഡിപ്പിക്കപ്പെടുന്നത് ഇസ്ലാമിന്റെ സന്തതികളാണെങ്കിൽ മൗനം ഭൂഷണമാണ്. പീഡിപ്പിക്കപ്പെടുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ പിന്നെ നാക്കനക്കാൻ ആളുകൾക്ക് ആലോചിക്കേണ്ടി വരികയാണ്. ഇൻ ദ ഫുട്സ് ഓഫ് ഗാന്ധി എന്നാണ് സൂചിയുടെ പുസ്തകത്തിന്റെ പേര്. ഞാൻ എന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഗാന്ധിജിയുടെ പാദപഥങ്ങളിലാണ്. ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാനായ മഹാത്മാഗാന്ധിയാണ് എന്റെ പ്രേരണ എന്നാണ് സൂചി പറയുന്നത്. പക്ഷേ ആങ് സാൻ സൂചി ഗാന്ധിജിയെ പഠിച്ചിട്ടില്ല. രാജ്യത്തിന്റെ തെരുവോരത്ത് വർഗീയ കലാപങ്ങളിൽ കഴുത്തറുത്തു മാറ്റപ്പെട്ട മനുഷ്യരെ കണ്ടപ്പോ സങ്കടപ്പെട്ട മനുഷ്യന്റെ കഥയാണ് ഗാന്ധിജിയുടെ കഥ എന്ന് പറയുന്നത്. നവഖാലിയുടെ തെരുവോരത്ത് ഹിന്ദുവും മുസൽമാനും പരസ്പരം വർഗീയ കലാപങ്ങളിൽ കൊന്നു തള്ളിയപ്പോ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിലേക്ക് പോലും വരാൻ മടിച്ച് തന്റെ സ്വാതന്ത്ര്യദിനത്തിന്റെ സന്ദേശം കണ്ണിൽ കണ്ട കരിയില കയ്യിലെടുത്ത് തന്റെ കവിൾത്തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിനെ ഈ കരിയിലയിൽ പകർത്തി ആസാദിനും നെഹ്റുവിനും കൂട്ടർക്കും കൊടുത്തേക്കുക എന്ന് പറഞ്ഞ് ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ഇടയിൽ സമാധാനത്തിന്റെ കൈലേസുമായി അവരുടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി ഓടി നടന്ന ഗാന്ധിജിയെ മാതൃകയാക്കിയ സൂചി. പക്ഷേ മ്യാൻമറിലെ പാവങ്ങളായ മനുഷ്യരെ എന്താ കാര്യം? വോട്ട് രാഷ്ട്രീയത്തിന്റെ സംഖ്യാശാസ്ത്രമാണ്.
ഭൂരിപക്ഷ ന്യൂനപക്ഷത്തിന്റെ സംഖ്യാശാസ്ത്രമാണ്. 4% വരുന്ന മുസ്ലിം സമൂഹത്തെ മ്യാൻമറിൽ സംരക്ഷിച്ചതുകൊണ്ട് അധികാര രാഷ്ട്രീയത്തിന്റെ മധുരം നുണയാൻ ആങ് സാൻ സൂചിക്ക് കഴിയില്ല എന്നതുകൊണ്ടാണ് സൂചി നിശബ്ദമാകുന്നത്. അതുകൊണ്ടാണ് പ്രതികരിക്കാത്തത്. അതിന്റെ പേരിലാണ് ഈ തോന്നിവാസങ്ങൾക്ക് മുമ്പിൽ ഒഴുക്കൻ മട്ടിൽ പ്രതികരണം രേഖപ്പെടുത്തിയത്. 1992 ലോക സമാധാനത്തിനുള്ള മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കുള്ള നൊബേൽ സമ്മാനം കിട്ടി സൂചിക്ക്. ലോകത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നുണ്ട്, ആങ് സാൻ സൂചി, അങ്ങേക്ക് അന്തസ്സുണ്ടെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ നൊബേൽ സമ്മാനത്തെ, ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ ഈ പുരസ്കാരത്തെ താങ്കൾ പിരിച്ചു കൊടുക്കണമെന്ന് ലോകത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ആവശ്യമാണ്. ഇത്തരം നൊബേൽ സമ്മാനങ്ങൾക്ക് എന്തു മഹത്വമാണ് എന്നും ആലോചിക്കേണ്ടതാണ്. ലോകത്ത് അങ്ങനെ മനുഷ്യ സന്തതികളിൽ അത്തരം ഒരു നൊബേൽ സമ്മാനം കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കേണ്ടത് ഗാന്ധിജിക്കായിരുന്നു. പക്ഷെ ഗാന്ധിജിക്ക് കിട്ടിയിട്ടില്ല. എന്താ കാര്യം? ഇതൊക്കെ തീരുമാനിക്കുന്ന ജൂറി ഏത് കാലത്തും സാമ്രാജ്യത്വ ശക്തികളാണ്. ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ടെലിവിഷൻ റിയാലിറ്റി ഷോയിലെ ജൂറിമാർ പറയുന്ന പോലെ സംഗതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജിക്ക് വേണ്ടിയുള്ള നൊബേൽ സമ്മാനത്തെ മാറ്റിവെക്കുകയായിരുന്നു. മഹാത്മാഗാന്ധിക്ക് കിട്ടാത്ത നോബൽ സമ്മാനത്തിന് ലോകത്ത് കടലാസിന്റെ വിലയാണ്. നമ്മൾ അതിനെ മാനിക്കുന്നില്ല. സാമ്രാജ്യത്വ ശക്തികൾ, അമേരിക്ക ഉൾപ്പെടുന്ന ലോകത്തിലെ ഗുണ്ട രാഷ്ട്രങ്ങൾക്കും ഗുണ്ട പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഈ പരമാധികാര രാഷ്ട്രത്തിന്റെ പോലീസ് ഭാഷയുണ്ടല്ലോ, ഞങ്ങൾ അതിനെ നിരാകരിക്കുകയാണ്. അമേരിക്ക പോറ്റുന്നത് ആരെയാണ്? ലോകത്തിലെ മുഴുവൻ അധിനിവേശങ്ങൾക്കെതിരെയും പോരാട്ടം നടത്തുന്ന അമേരിക്കയുടെ കളിത്തൊട്ടിലിൽ അന്തിയുറങ്ങുന്നത്, അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ താരാട്ടു സംഗീതത്തിൽ സുഖമായി വാഴുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തെ, ഒരിക്കലും ലോകത്തിന്റെ ഭൂപടത്തിൽ നിലനിൽക്കാൻ അർഹതയില്ലാത്ത ഒരു രാഷ്ട്രത്തെ എല്ലാ അർത്ഥത്തിലും പാലൂട്ടിയിട്ടാണ് ലോകത്തോട് മനുഷ്യാവകാശത്തെക്കുറിച്ച് അമേരിക്ക പറയുന്നത്. അമേരിക്ക എന്ന് പറയുന്ന ആരാന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാടുന്ന ലോകത്തിലെ സൂപ്പർ ഏറ്റവും വലിയ എല്ലനക്കിയായ അമേരിക്ക, ആ എല്ലനക്കിയുടെ ചുറിനക്കിയായ സയനിസ്റ്റ് രാജ്യം, ഈ സയനിസ്റ്റ് രാജ്യങ്ങളുടെയും അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികളുടെയും തിരക്കഥകൾക്കനുസരിച്ച് തുള്ളുന്ന പാശ്ചാത്യ ലോകങ്ങൾ G8 എന്നൊക്കെ ഓമന പേരിൽ, അല്ല C8 ക്രിസ്ത്യനൈറ്റ് എന്ന് ഞങ്ങൾ മാറ്റി പറയും. അങ്ങനെ ലോകത്തിന്റെ ഗതി ഇങ്ങനെ മാറുമ്പോഴാണ് മ്യാൻമറിൽ ഈ തോന്നിവാസം നടക്കുന്നത്. കുർദുകളെ രക്ഷപ്പെടുത്താനാണ് സദ്ദാമിനെ കൊന്നത്. ഇസ്രായേൽ ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിലെ ന്യൂനപക്ഷ സമൂഹമായ കുർദുകളെ സുന്നി വിഭാഗത്തിന്റെ തലവനായ സദ്ദാം ഹുസൈൻ കൊല്ലുകയാണ്. ആദ്യം പറഞ്ഞത് അപകടകരമായ അണുവായുധങ്ങൾ സദ്ദാമിന്റെ കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്നുവെന്നാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ആയുധ വിദഗ്ധന്മാരെ പറഞ്ഞയക്കുകയാണ് ഇറാഖിലേക്ക്. ചെന്നപ്പോ ഒന്നും കിട്ടിയില്ല, ഒരോലപ്പടക്കം പോലും കിട്ടിയില്ല. പക്ഷേ സദ്ദാമിനെ വേട്ടയാടണം. രണ്ടാമത് പറഞ്ഞ ന്യായം, കുർദുകൾ എന്ന് പറയുന്ന ന്യൂനപക്ഷ സമൂഹത്തെ വേട്ടയാടുകയാണ് സദ്ദാം. അതുകൊണ്ട് സദ്ദാമിനെ കുരുക്കിലിട്ടതിനു ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് വിശ്രമം. എന്നിട്ട് ലോകത്ത് 25 കൊല്ലക്കാലം ഒരു രാഷ്ട്രത്തിന്റെ അധ്യക്ഷനായി, പ്രസിഡന്റായി, പരമാധികാര രാജ്യത്തിന് നേതൃത്വം കൊടുത്ത ഇറാഖിന്റെ പ്രസിഡന്റിനെ തിക്രീത്തിന്റെ ഗുഹക്കകത്ത് പോയി അമേരിക്കയുടെ പട്ടാളം കൊണ്ടുവരികയാണ്. വേട്ടപ്പട്ടികളെ പിടിക്കുന്ന പോലെ, നായാട്ടിന് പോകുന്ന ആളുകൾ ഇരകളെ പിടിച്ചു കൊണ്ടുപോരുന്ന പോലെയാണ് ലോകത്തിലെ അറബികൾക്കിടയിൽ ആണായി ജനിച്ച സദ്ദാമിനെ തിക്രീത്തിന്റെ ഗുഹയ്ക്കകത്തു നിന്ന് പിടിച്ചു കൊണ്ടുവരുന്നത്. ധീരനായ സദ്ദാം, സാമ്രാജ്യത്വ പോലീസിന്റെ മുമ്പിൽ സല്യൂട്ട് അടിക്കാൻ കൂട്ടാക്കാത്ത സദ്ദാം, അവരുടെ തോന്നിവാസങ്ങൾക്ക് മുമ്പിൽ ശിരസ് നമിക്കാത്ത സദ്ദാം, ജോർജ് ബുഷിന്റെയും വൈറ്റ് ഹൌസിലെ തമ്പുരാക്കന്മാരുടെയും കാല് നക്കാൻ കൂട്ടാക്കാത്ത സദ്ദാം തിക്രീത്തിന്റെ ഗുഹയിൽ നിന്ന് വരുമ്പോ അമേരിക്കയുടെ ചാര പോലീസ് സദ്ദാമിനോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട സദ്ദാം, നിങ്ങൾക്ക് തിരിച്ചു പോകാം. എവിടേക്ക്? നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക്, നിങ്ങളുടെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാം. മാപ്പ് എന്ന പദം എഴുതുക, അപ്പോളജൈസ് എന്ന വാക്കെഴുതുക. എങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റാകാം. അമേരിക്കയുടെ തോന്നിവാസത്തിന്റെ ഫലമായി ഇറാഖിലെ ബഗ്ദാദിന്റെ പട്ടണത്തിന്റെ അമേരിക്കയുടെ പട്ടാള കോടതി സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ധീരനായ മനുഷ്യനെ കൊന്നുകളഞ്ഞപ്പോ ലോകത്താദ്യമായ ആഹ്ലാദ പ്രകടനം നടത്തിയത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഏറനാട് നിയോജക മണ്ഡലത്തിലെ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യത്തിന്റെ വിശദീകരണ യോഗത്തിൽ അല്പം ലോക്കൽ പൊളിറ്റിക്സും ഞാൻ കൂട്ടാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ ആഹ്ലാദ പ്രകടനം ഇറാഖിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം സദ്ദാം ഹുസൈൻ കൊല ചെയ്യപ്പെട്ടതിന്റെ പേരിൽ അറിയപ്പെട്ട ആദ്യത്തെ ആഹ്ലാദ പ്രകടനം നടന്നത്
ഇറാഖിലെ ബഗ്ദാദ് പട്ടണത്തിന്റെ തെരുവിലെ ഇറാഖ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണ്. മഞ്ചേരിയിലെയും ഏറനാട്ടിലെയും അരീക്കോട്ടെയും മങ്ങാടികളിലെ CPM-ന്റെ ആഫീസുകളിൽ ഇന്നും സദ്ദാമിന്റെ ചിത്രമുണ്ട്. മലപ്പുറം സമ്മേളനത്തിൽ ഇവർ നിരത്തിയത് കൃഷ്ണപിള്ളയെയല്ല, മമ്പുറം തങ്ങളെയാണ്. സഖാബ് മമ്പുറം തങ്ങൾ മലപ്പുറത്തെ CPM-ന്റെ സമ്മേളനത്തിൽ ഈ തെരുവുകളിൽ ഫ്ലക്സ് ബോർഡുകളിൽ പ്രദർശിപ്പിച്ചത് അവർ AKGയെയല്ല, വെളിയങ്കോട്ട ഉമർ ഖാദിയെയാണ്. മലപ്പുറത്തെ ഫ്ലക്സ് ബോർഡുകളിൽ കമ്മ്യൂണിസ്റ്റ് ആചാര്യനും മുജദ്ദിദും ഇമാമും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ മുഴുവൻ ധാരയിലെ മഹാപണ്ഡിതനും ആയ കാൾ മാർക്സിനെയല്ല, പിന്നെയോ സദ്ദാം ഹുസൈനെയാണ്. പക്ഷേ അറിയണേ, സാമ്രാജ്യത്വ വിരോധത്തിന്റെ വാചക കസർത്തുകൾ നടത്തി ഈ തെരുവിൽ അടിഞ്ഞാടുകയും തിമർത്താടുകയും ചെയ്യുന്ന DYFI-കാര മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കോഴിക്കോട്ടെ നഗരത്തിന്റെ തെരുവിലൂടെ പ്ലക്കാർഡുകൾ ഏന്തി ഞങ്ങൾ ഈ മുദ്രാവാക്യം വിളിക്കുമ്പോ ലോകത്ത് പടഞ്ഞൊടുങ്ങുന്ന മനുഷ്യരുടെ ശബ്ദമായി മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ മഹാനായ മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ പിന്നിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ച് അറബിക്കടലിന്റെ അലമാലകളിൽ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ കുഞ്ഞാലി മരക്കാരുടെ പോരാട്ടങ്ങളുടെ പാദപഥങ്ങൾ അടയാളപ്പെട്ട് കിടക്കുന്ന കോഴിക്കോട്ടെ തെരുവിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പുതിയ കാലഘട്ടത്തിലെ അധിനിവേശ വിരുദ്ധത്തിന്റെ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ നടന്നു പോകുമ്പോ ഈ രാഷ്ട്രീയത്തെ ഞങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ മലപ്പുറത്തിന്റെ മണ്ണിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടക്കുമ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും സദ്ദാം ഹുസൈനെ സ്ഥാനാർത്ഥിയാക്കിയവർ ഞങ്ങൾ ഈ കാലത്ത് ഓർക്കുകയാണ്. എന്ത് സാമ്രാജ്യത്വം! യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഞങ്ങൾ ഈ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ പ്ലക്കാർഡുകൾ ഉയർത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട DYFI-കാരെ, ബർമയിലെ മ്യാൻമറിലെ പാവങ്ങളായ മനുഷ്യരെ കൊന്നൊടുക്കുന്നത് കണ്ണിറയെ കണ്ട് മൗനം ഭുജിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ദത്തുപുത്രി ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. ഏറനാട്ടിലെയും അരീക്കോട്ടെയും KSEB-യുടെ ഓഫീസിൽ ഇന്നും കരിയോയിൽ കൊണ്ട് DYFI-കാർ എഴുതിവെച്ച് ഗോ ബാക്ക് മുദ്രാവാക്യമുണ്ടല്ലോ. അമേരിക്ക ഗോ ബാക്ക്. അരീക്കോട്ട് അമേരിക്കയുണ്ടോ? ഇവിടുത്തെ ചായക്കടയിൽ അമേരിക്കയുണ്ടോ? ഇവിടുത്തെ പഞ്ചായത്തിൽ അമേരിക്കയുടെ സെനറ്റ് മെമ്പറുണ്ടോ? പക്ഷേ DYFI-കാര കേരളത്തിൽ ഒരു അമേരിക്കൻ പ്രതിനിധിയുണ്ട്. അത് മറ്റെവിടെയുമല്ല, അത് കോൺഗ്രസ് ഓഫീസിലല്ല, അത് ലീഗ് ഹൌസിലല്ല, അത് ഇവിടുത്തെ ബൂർഷ രാഷ്ട്രീയ പാർട്ടി എന്ന് നിങ്ങൾ ആരോപിക്കുന്നവരുടെ ആസ്ഥാനങ്ങളിലല്ല. പിന്നെയോ ഇരട്ട ചങ്കുള്ള പിണറായിയുടെ ഫയലുകൾ ഒപ്പിട്ട് കൊടുക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ദത്തുപുത്രിയാണ് എന്ന് മുസ്ലിം യൂത്ത് ലീഗ് ആരോപിക്കുകയാണ്. ഞങ്ങൾ ഈ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തുന്നത് ഇന്നലകളിലെ ഉജ്ജ്വലമായ പോരാട്ടങ്ങളെ നെഞ്ചേറ്റിയാണ്. ഞങ്ങൾ ഈ പോരാട്ടത്തിന്റെ വഴിധാരകളിലാണ്. യാസർ അറഫാത്തിന് പിന്തുണ നടത്തി ഞങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിന്റെ തെരുവുകൾക്ക് പരിചിതമാണ്. അഫ്ഗാന്റെ തെരുവുകളിലേക്ക് റഷ്യൻ ശങ്കരടി സോവിയറ്റ് റഷ്യയുടെ സാമ്രാജ്യത്തിന്റെ സകലമാന സംവിധാനങ്ങളുമായി വന്നപ്പോ ഒറ്റുകാരനായി മുന്നിൽ നിന്ന് ഡോക്ടർ നജീബുള്ളക്കെതിരെ ഈ തെരുവുകളിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രകടനം നടത്തിയിട്ടുണ്ട്. റഷ്യൻ ശങ്കരടി അഫ്ഗാൻ വിടുക എന്ന് പറഞ്ഞ് നടന്നിയ പോരാട്ടങ്ങളിൽ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയാണ് സോവിയറ്റ് സാമ്രാജ്യം വന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വം എന്തൊക്കെ തോന്നിവാസങ്ങൾ ചെയ്തോ, അതേ തോന്നിവാസങ്ങൾ അതേ നാണയത്തിന്റെ മറുവശമായി സോവിയറ്റ് സാമ്രാജ്യത്വവും ചെയ്തു എന്നുള്ളത് ലോകത്ത് ഇന്ന് നാം കേൾക്കുന്ന ശബ്ദമാണ്. ആരാണ്? അമേരിക്കയുടെ സാമ്രാജ്യത്വത്തിന്റെ തലപ്പത്ത് ലോക പോലീസിന്റെ കുപ്പായമിട്ട് ഡൊണാൾഡ് ട്രംപ്, അന്തർദേശീയ അധ്യക്ഷൻ